നമ്മളിൽ പലരും സെറ്റായിട്ട് പാൻറ് ടോപ്പ് ഷോൾ യൂസ് ചെയ്യുന്നവരായിരിക്കില്ലേ. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണിത്. പലപ്പോഴും പാൻറ് കാണുമ്പോൾ ടോപ്പ് ഉണ്ടാവില്ല, ടോപ്പും പാൻറ്റും കിട്ടിയ ഷോൾ ഉണ്ടാവില്ല. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് തിരഞ്ഞു പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെയും ഞാൻ പറയും, അത്രയും യൂസ്ഫുൾ ആയിരിക്കും ഇത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന പാൻറ്റും ടോപ്പൊക്കെ ആണെങ്കിൽ അധികം ഷോളൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അലമാരയിലെ ഷെൽഫിലൊക്കെ സ്ഥലം കുറവാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ വലിയ പണിയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അതൊന്നുമല്ല കേട്ടോ. നീളത്തിലൊന്നങ്ങ് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് അങ്ങ് മടക്കിയിട്ട് അതിൻ്റെ കൈഭാഗം അങ്ങ് വെച്ചിട്ട് അതിൻ്റെ വീതി ഒന്നങ്ങ് കുറക്കാൻ വേണ്ടി മടക്കി വെക്കുകയാണ്. എന്നിട്ട് പാൻറ്റും അതിൻ്റെ പോലെ തന്നെ പാൻറ്റിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗം ഉണ്ടാവില്ലേ, അത് നമുക്ക് ആ ഒരു ഭാഗത്ത് വീതി കുറക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മടക്കി വെക്കുന്നത്. ഇതിപ്പം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇത് എന്താണ് കാണുമ്പോഴാണെങ്കിൽ മനസ്സിലാവുക. കാരണം പറയുമ്പോൾ വിചാരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന്, നാളെ ഇത് തന്നെയല്ലേ എടുത്തിടുന്നത്, പിന്നെ ഇതിനെ ഇങ്ങനെ മടക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർഫെക്റ്റിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി വളരെ കുറയുകയും ചെയ്യും. അതുമാത്രമല്ല, പിന്നീട് വലിച്ചു വാരി എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ മടക്കി വയ്ക്കുകയും വേണ്ടല്ലോ. ഇതിപ്പോൾ ഇതാണ്ടോ, പാൻറ്റ് നമ്മുടെ ടോപ്പും കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചുരുട്ടിയിട്ട് വെക്കുക. ഇങ്ങനെയാണ് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെക്കുകയെന്ന്. കുറേ ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ അങ്ങ് മടക്കി വെക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എൻ്റെ ബ്ലൗസ് മാത്രമേ ഞാൻ ഇങ്ങനെ വെക്കാറുള്ളൂ. എൻ്റെ പാൻറ്റും ടോപ്പൊക്കെ മടക്കുന്ന രീതി ഇതല്ല കേട്ടോ. പിന്നെ ഇതുപോലെ ചുരുട്ടിയിട്ടാണ് വെക്കുന്നതെങ്കിൽ നീളത്തിലല്ലാതെ നമുക്ക് എന്താണ് നീളം കുറച്ചിട്ട് മടക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തതൊന്ന് അയച്ചിട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ വേറെ രീതിയിൽ മടക്കുന്നത് കാണിച്ചു തരാം. പാൻറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ജോയിൻറ്റ് ഭാഗം ഒന്നങ്ങ് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ അങ്ങ് മടക്കി വയ്ക്കുക. എന്നിട്ട് ടോപ്പ് മടക്കുന്നതിലാണ് വ്യത്യാസം. നേരത്തെ ഞാനിങ്ങനെ ടോപ്പ് നീളത്തിലാക്കുന്ന രീതിയിൽ രണ്ട് കൈയും കൂട്ടി വെച്ചിട്ടല്ലേ മടക്കിയത്. ഇതിപ്പോൾ നേരെ ഇങ്ങനെ പകുതിയിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് ഈ രണ്ട് കൈയുടെ ഭാഗം എടുത്തിട്ട് ഒന്നങ്ങ് ഉള്ളോട്ടേക്ക് ആക്കുക. ഇതിപ്പം എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നേ തുണി മടക്കുന്നൊരു വീഡിയോയിൽ നമ്മുടെ മാക്സി നൈറ്റി മടക്കുന്നത് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ സെയിം സാധനം തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് അത് തന്നെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് നല്ലോണം കിട്ടും. പല പല രീതിയിൽ മടക്കി വെക്കുമ്പോഴാണ് നമുക്ക് സ്പീഡ് കുറയുക. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് ചുരുട്ടി വയ്ക്കുക. സ്ഥലം കുറഞ്ഞവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്. ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ ചുരുട്ടി മടക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നോർമലി മടക്കുന്നില്ലേ, അപ്പോഴും നമ്മുടെ പ്രശ്നം എന്തെന്നാൽ പാൻറ്റും ടോപ്പും പരത്തി നടക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ എങ്ങനെ മടക്കുന്നില്ലേ. ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഒന്നുമില്ല, നേരത്തെ നമ്മൾ ടോപ്പിൻ്റെ കൂടെ പാൻറ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഷോൾ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഷോളും കൂടെ ഉണ്ട്. അപ്പോൾ ഷോളൊക്കെ നമ്മുടെ വീതിക്ക് അനുസരിച്ച്, മീൻസ് അത് ചിലപ്പോൾ നമ്മുടെ ഷെൽഫിൽ വീതി കുറഞ്ഞ സാധനങ്ങൾ മാത്രം വെക്കാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് വീതി കുറച്ചെടുക്കുക. അല്ലെങ്കിൽ വീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ വീതി കൂട്ടിയിട്ട് മടക്കുക. എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഷോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാൻറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് കാലം ഒരുമിച്ച് വെച്ചിട്ട് ആ ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗമില്ലേ, അത് കുറച്ച് ഉള്ളോട്ടേക്ക് ആക്കിയതിന് ശേഷം അതും അങ്ങ് രണ്ടാക്കിയിട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ മടക്കുമ്പോൾ പാൻറ്റും നമ്മുടെ ഷോളിൻ്റെയും വീതിയില്ലേ, ആ വണ്ണം അത് കറക്റ്റ് ആകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ടോപ്പ് നേരത്തെ ടോപ്പ് മടക്കിയിട്ടില്ലേ, രണ്ടാമത്തെ മെത്തേഡ് അത് തന്നെയാണ്. നീളത്തിലല്ല, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മടക്കി വെക്കുക. അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ, അത് കുറച്ചൊന്നങ്ങ് താഴ്ത്തുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ താഴ്ത്തി വയ്ക്കുക. രണ്ടും ഒരേ രീതിയിൽ ആവാത്ത രീതിയിൽ നേരത്തെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഇത് ഈ ഒരു ഭാഗം ഒന്നങ്ങ് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ രണ്ട് കൈയും ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് അതും അങ്ങ് മടക്കി വയ്ക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാൻറ്റും ഷോളും ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു കാര്യമൊന്നുമല്ല. എന്നാലും ഞാൻ പറയുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. ഒന്നുമില്ല, നമ്മുടെ പാൻറ്റിൻ്റെ എലാസ്റ്റിക്കിൻ്റെ ഭാഗമില്ലേ, ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗവും നമ്മളിപ്പം ടോപ്പിൽ ഇങ്ങനെ പോക്കറ്റ് പോലെ വരുന്നൊരു ഭാഗം ഉണ്ടാവും, ആ ഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് ഇതിങ്ങ് വെക്കുക. എന്നിട്ട് നമ്മുടെ ഷോളില്ലേ, ആ ഷോളും അതിൻ്റെ മേലെ വെക്കുമ്പോൾ എക്സ്ട്രാ ഷോൾ ഉണ്ടെങ്കിൽ ആ ഷോൾ ആ ഭാഗത്ത് തന്നെ മടക്കുക. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ശ്രദ്ധിക്കാതെ തിരിച്ചു മറിച്ചിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ നീറ്റായിട്ട്, അതായത് ഉരുണ്ടു പോകും. നീറ്റായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു പൊങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ടോപ്പിൻ്റെ ഭാഗം ഈ പോക്കറ്റ് പോലെ വരുന്ന എവിടെയാണോ അവിടെ തന്നെ നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ എലാസ്റ്റിക്കും വരിക. പിന്നെ ഷോൾ വെക്കുമ്പോൾ ആ ഷോളിൻ്റെ മടക്കിയ ഭാഗവും കണ്ടോ, ഇതെല്ലാം ഒരു സൈഡിലാക്കുമ്പോഴാണ് നമുക്കിങ്ങനെ അലമാരയിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട പോലെയായി പോകും. ഇതിപ്പോൾ ഇങ്ങനെ പരന്നിട്ട് കിടക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടിതാ ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് അപ്പുറത്തെ ഭാഗം ഇപ്പം കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. കാരണം പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗമാണ്, പിന്നെ അതുപോലെ തന്നെ ഷോളും അവിടെ മടക്കിയ ഭാഗമല്ല. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള ഭാഗത്ത് അവിടെയാണല്ലോ പോക്കറ്റ് പോലെ വരുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം അങ്ങ് തിരികെ കയറ്റുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് മടക്കി വെക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അലമാര തുറക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. എന്നിട്ട് താഴെ നിന്ന് നമ്മൾ പെറുക്കിയെടുക്കേണ്ട എല്ലാ അവസ്ഥ വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാലും ഇത് ഇളകി പോവുകയില്ല. പിന്നെ നമ്മൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ സൂട്ട് കേസിൽ നമ്മൾ അയൺ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താലും മതി. തപ്പി നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക. കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊന്നും ഇതുപോലെ സെറ്റൊന്നും യൂസ് ചെയ്യില്ലല്ലോ. ഏതെങ്കിലും ഒരു പാൻറ്റും അല്ലെങ്കിൽ ജീൻസും അതിന് പറ്റിയിട്ടുള്ള ലോങ്ങോ ഷോർട്ടായിട്ടുള്ള കുർത്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാരെങ്കിലും ആണ്, അങ്ങനെയുള്ള ഏതെങ്കിലും മക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചേച്ചിമാർക്കും അതുപോലെ അമ്മമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, സെൻഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം ഇതിപ്പം ഈ ഒരു ഓർഗൻസ തുണി ഉണ്ടാവില്ലേ, കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഷോളൊക്കെ ഉള്ളത്, അതാണെങ്കിലും ഈ പറഞ്ഞ മുതൽ ഇതേപോലെ അങ്ങ് മടക്കി വെച്ചാൽ മതി. ഷോളൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഇതുപോലത്തെ ഒരു നെറ്റ് പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഷോളൊക്കെ ആണെങ്കിൽ അലമാരയിൽ വെക്കുമ്പോഴേ അതിൻ്റെ മുകളിൽ വേറെ ഒന്നും വെക്കാനൊന്നും പറ്റില്ല. ഒന്നാമത് ഊരി കളിക്കുകയും ചെയ്യും, പിന്നെ ഒന്നും ഒതുങ്ങി നിൽക്കുകയില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞ മെത്തേഡില്ലേ അത് തന്നെയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പതിഞ്ഞ പോലെ നമുക്കായി കിട്ടും. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് തന്നെയല്ലേ എടുത്തിരുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡൊന്നും ഫോളോ ചെയ്യേണ്ട കേട്ടോ. പക്ഷേ ഇതുപോലെയുള്ള ഓർഗാൻസ തുണിയൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ഭാഗം, അതായത് എപ്പോഴും ഇങ്ങനെ ഊരിക്കളിക്കുന്ന ഭാഗമുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴും. എല്ലാം കൂടെ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. ഇത് കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. ഇത് നേരത്തെ ചെയ്ത ആ ഒരു പേർപ്പിൾ കളർ ചുരിദാറില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരുന്നത് മാത്രം. കാരണം അത് കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മഴക്കാലത്താണെങ്കിൽ ഇത് നിങ്ങൾ കാണുന്നതെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. കാരണം മഴക്കാലത്ത് ഇതൊന്നും നടക്കില്ലല്ലോ. ഇവിടെ ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം അയലമിൽ ഇട്ടിട്ട് അത് തന്നെ എടുത്തിട്ട് എല്ലാവരോടും പറയും, ഹസ്ബൻഡിനോടും മോളോടും, അത് തന്നെ ഉണങ്ങിയതിന് ശേഷം എടുത്തിട്ട് അയൺ ചെയ്തിട്ട് ഇട്ടോളൂ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഈർപ്പത്തിൻ്റെ ഒരു നനവ് ഒരു ഫീൽ ഉണ്ടാവും തുണികൾക്കെല്ലാം. അപ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സമയത്ത് ഇതുപോലെ നമുക്ക് മടക്കി വെക്കാൻ തോന്നില്ല. നല്ല ഉണങ്ങിയിട്ട് കൊള്ളി പോലെ ആകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മഴയുടെ സീസണാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി വലിയ നീളവും വീതിയൊക്കെയുള്ള ഷോളാണെങ്കിൽ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കും. പക്ഷേ എനിക്ക് രണ്ടാമത്തെയാണ് കൂടുതൽ ഇഷ്ടമായത്. അത് വേറെ കാര്യം. ഒന്നാമത്തെ ചുരുട്ടി വയ്ക്കുന്നതിനേക്കാളും രണ്ടാമത്തെ രീതിയാണ് ഇഷ്ടമായത്. ഇതിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടോപ്പ് അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട്, പാൻറ്റും മടക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഷോളിൻ്റെ മേലെയാണ് എല്ലാ കളിയും ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല നീളവും വീതിയൊക്കെയുള്ള കോട്ടൺ ഷോളൊക്കെ ആണെങ്കിലാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുക. ഷോള് രണ്ടറ്റവും കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് രണ്ടായിട്ട് മടക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ മടക്കിയതിന് ശേഷം ഇതങ്ങ് വിരിച്ച് വെക്കുക. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ എന്തായാലും വേണം കേട്ടോ. ഇതുപോലെ രണ്ടറ്റവും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കുന്നത്. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ആ മടക്കിയ ഭാഗമല്ല, ഇപ്പുറത്തെ ഭാഗമില്ലേ, അതായത് നടുഭാഗം വരുന്നത്, ആ ഭാഗം ഇതേപോലെ അങ്ങ് മടക്കിയിട്ട് മുന്നോട്ടേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതങ്ങ് തിരിച്ചിടണം കേട്ടോ. നമ്മൾ ദോശയൊക്കെ മറിച്ചിടുന്നത് പോലെ ഇതങ്ങ് തിരിച്ചിടുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ ഒരു സംഭവമുണ്ട്, പക്ഷെ ഒന്നുമില്ല. ഇത് കണ്ടോ, അങ്ങനെ മടക്കിയതിന് ശേഷം, അതായത് ഈ അറ്റമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റ് ആയിട്ടുള്ള ആ ഭാഗമില്ല, നടുഭാഗം, ആ ഭാഗത്താണ് ഇങ്ങനെ മടക്കി വെച്ചത്. എന്നിട്ട് തിരിച്ചിടുക. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഇതുപോലെ നടുവിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എന്നിട്ട് ഇതിന് ശേഷം ചെയ്യുന്നത്, നേരത്തെ മടക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാൻറ്റും അതുപോലെ ടോപ്പും ഇല്ലേ, അത് രണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. നേരത്തെ നമ്മൾ ചെയ്തത് ഈ പാൻറ്റും ഷോളും കൂടെ ടോപ്പിൻ്റെ മുകളിലാണ്. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാൻറ്റും ടോപ്പും കൂടെ ഷോളിൻ്റെ മുകളിൽ വെക്കുന്നത്. എന്നിട്ട് ഇതേപോലെ അങ്ങ് മടക്കി വെച്ചിട്ട് ഇത് നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരിച്ചിടുമ്പോഴില്ലേ, നമ്മൾ നേരത്തെ ഇങ്ങനെ മടക്കി വെച്ചൊരു ഭാഗമില്ലേ, ആ
ആ ഒരു ഭാഗം കിട്ടും. ഇത് നമ്മളെ തലാണയുടെ കവറിടുന്നത് പോലെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അങ്ങ് വെക്കുക കേട്ടോ. ഭയങ്കര എനിക്കിത് അതിശയമാണ്. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ സെയിം സാധനം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിങ്ങനെ വെച്ചിട്ട് ഇപ്പോഴും ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചിലപ്പോൾ ഒരു മൂടൊക്കെ തോന്നുമ്പോൾ ഈ രീതിയിൽ അങ്ങ് ചെയ്യും. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം അങ്ങ് ഉള്ളിലേക്ക് പോകും. പെട്ടെന്ന് കാണുമ്പോൾ ബെഡ്ഷീറ്റോ തലേണിയോ അങ്ങനെ എന്തെങ്കിലും തോന്നും. പിന്നെ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ അയേൺ ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുളിയൊന്നുമില്ല. കാരണം ഷോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനെ ഷോൾ കൊണ്ടാണല്ലോ കളി. പിന്നെ പാൻറ്റും നമ്മുടെ ടോപ്പും ഒക്കെ നല്ല അയേൺ ചെയ്തിട്ട് നീറ്റായിട്ട് ഉള്ളിൽ അങ്ങനെ ഭദ്രമായിട്ട് കിടക്കുകയും ചെയ്യും. കണ്ടോ ഈ ഒരു മെത്തേഡ്? ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവുമോ അതിൻ്റെ ഉള്ളിൽ പാൻറ്റും ടോപ്പും എല്ലാം കിടക്കുന്നുണ്ട്. ഇതൊരു ചുരിദാർ സെറ്റാണെന്ന്. ഇവിടെ ഇപ്പോൾ 3 രീതിയെ ശരിക്കും കാണിച്ചിട്ടുള്ളൂ. കുറേ തുണി മടക്കുന്നത് കാണുവാണെങ്കിലും സെയിം സാധനം തന്നെയാണ്. ഒന്ന് ചുരുട്ടി വെക്കുന്നതും വേറൊന്ന് പോക്കറ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഷോൾ വെച്ചിട്ട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലും. പൊടിയൊക്കെ പിടിക്കാതിരിക്കുകയാണെങ്കിൽ ആ 3ാമത്തെ രീതിയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2ാമത്തെ രീതി പോക്കറ്റ് പോലെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വേറൊരു ചുരിദാറും കൂടെ ഞാൻ അങ്ങ് മടക്കുകയാണ്. ഇതിൻ്റെ ഷോളൊക്കെ ഇങ്ങനെ ഷിഫോണാണ്. ആ ഷിഫോണിൽ ഒരു ഗ്ലാസ് വർക്കൊക്കെയുള്ള ഒലിഞ്ഞു കിടക്കുന്ന ഷോളാണ്. അതും ഈ പറഞ്ഞതിൻ്റെ നേരിട്ട് നന്നായിട്ട് ഇത് ക്രഷ്ട് പോലത്തെ ഒരു മെറ്റീരിയൽ ഇല്ലേ, അതാണ് ഷോള്. അപ്പോൾ ശരിക്കും നമുക്ക് മടക്കാൻ പറ്റില്ല. ഒരു ഏതാണ്ടൊന്നങ്ങ് മടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ടോപ്പും പാൻറ്റും ഒക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഞാനിപ്പം ആ തുണിയില്ലേ നമ്മൾ ഷോളിൻ്റെ തുണി അതിങ്ങനെ ഊരി കളിക്കുന്നതായതുകൊണ്ട് അത് നടുവിൽ വെക്കുന്നത് മാത്രം. കണ്ടോ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിൽ നിന്ന് നമ്മുടെ അല്ലാതെ നമ്മളിപ്പം പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഷോൾ ഇങ്ങനെ ഒലഞ്ഞ് കളിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊരി കളിക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അലമാരയിൽ വെക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഷോളാണെങ്കിലും അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റ് ഡ്രസ്സുകൾ ഇതിൻ്റെ മേലെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ല. നമ്മൾ ഷെൽഫ് തുറക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് എല്ലാം മടക്കി വെക്കുന്നവരും ഇതിനേക്കായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അതെനിക്കറിയാം. പക്ഷെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഈ ഒരു ചുരുട്ടി വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിതൊരു ശീലയില്ല. ഇതും മറ്റേതുപോലെ അങ്ങ് ചെയ്ത് വെക്കട്ടെ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലമാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ. വേനൽക്കാലത്താണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് മടക്കി വെച്ചോ. അപ്പോൾ നമ്മുടെ അലമാരയിൽ നമ്മുടെ ഡ്രസ്സ് ഇതേപോലെ ഒതുക്കി വെക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അതുപോലെ തന്നെ എല്ലാവർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ ചെയ്യണേ. താങ്ക്